ഞങ്ങളുടെ നാട്ടിൽ ഞങ്ങൾ അറിയപ്പെട്ടിരുന്നത് ഭ്രാന്തന്മാരുടെ കുടുംബം എന്നായിരുന്നു. അപ്പന് ഭ്രാന്ത്, വലിയപ്പന് ഭ്രാന്ത്, കൊച്ചപ്പന് ഭ്രാന്ത്, ഇനി അടുത്തത് എൻ്റെ 3 കുഞ്ഞുങ്ങൾക്കായിരിക്കും. അതായിരുന്നു എൻ്റെ അമ്മയുടെ ഏറ്റവും വലിയ ദുഃഖത്തിൻ്റെ കാരണം. അങ്ങനെ എൻ്റെ അമ്മ 3 പ്രാവശ്യം ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചു. അനുജത്തി ഒരു മനോരോഗിയായിരുന്നു. ഒരു ഇരുട്ടുമുറിയിൽ ഒരു കാല് ചങ്ങലയിൽ ഇട്ട് പൂട്ടി, മറ്റേ കാല് ഒരു തടി തുളച്ച് അതിലിട്ട് പൂട്ടിയിട്ടിരിക്കുന്ന എൻ്റെ പിതാവിൻ്റെ ഏറ്റവും ഇളയ അനുജൻ. മലമൂത്ര വിസർജനം ആ റൂമിൽ തന്നെ, ഭക്ഷണം കഴിക്കുന്നതും ആ റൂമിൽ തന്നെ. മുഴുപ്രാന്തനായ മനുഷ്യൻ. അനേക അമ്പലങ്ങളിൽ കയറിയിറങ്ങി വഴിപാടുകൾ കഴിച്ചു. അവിടെയും എൻ്റെ പിതാവിൻ്റെ രോഗത്തിന് മാറ്റം വന്നില്ല, അത് കൂടിക്കൊണ്ടിരുന്നു. എല്ലാ ദിവസവും ഗുളിക കഴിക്കണം, ഇല്ലെങ്കിൽ എൻ്റെ അപ്പൻ വയലൻ്റ് ആകുമെന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. പലരുടെയും അടുക്കള വശത്ത് എന്നിട്ട് ഒരു ഗ്ലാസ് കഞ്ഞിവെള്ളം തരാമോ എന്ന് ഞാൻ എത്രയോ പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. ഞാൻ വെള്ളം കോരി കുടിച്ച് എൻ്റെ കുരുന്നു പ്രായത്തിൽ ഞാൻ വയറ് നിറച്ചിട്ടുണ്ട്. എന്നാൽ അതിലും ദയനീയമായ ഒരു കാഴ്ച എൻ്റെ കുരുന്നു മനസ്സിൽ അന്ന് കിട്ടിയത് ദൈവത്തിന് സ്തോത്രം. ഞാൻ പെട്ടെന്ന് എൻ്റെ അനുഭവത്തിലേക്ക് കടന്നു വരട്ടെ. എൻ്റെ ജീവിതാനുഭവം 3 ഘട്ടങ്ങളിലായി പറയാൻ കഴിയും. ഒന്ന്, ഒരു ക്രിസ്ത്യാനിയായി ജീവിച്ചു, എന്നാൽ ക്രിസ്തുവിനെ അറിയാത്ത ഒരു കാലം. വീണ്ടും എൻ്റെ 19-ാമത്തെ വയസ്സിൽ യേശുക്രിസ്തുവിൻ്റെ വചനം കേട്ടു, യേശുവിന് വേണ്ടി ജീവിതം വേർതിരിച്ചു, യേശുവിന് വേണ്ടി ജീവിതം വേർതിരിച്ച രക്ഷയുടെ കാലം. എന്നാൽ ഈ 2020-ൽ കോവിഡിൻ്റെ കാലഘട്ടത്തിൽ എൻ്റെ ജീവിതത്തിൽ അടുത്ത ഒരു തലത്തിലേക്ക് എൻ്റെ കർത്താവ് എന്നെ നയിക്കുകയും നടത്തുകയും ചെയ്ത ആ കാലം. 3 കാലത്തെക്കുറിച്ച് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു. കർത്താവിൻ്റെ നാമം മഹത്വപ്പെടട്ടെ. എൻ്റെ മാതാവിൻ്റെയും എൻ്റെ പിതാവിൻ്റെയും പാരമ്പര്യം ഒരിക്കലും എന്നെ ഇവിടെ ഈ സ്ഥലത്ത് നിർത്തുവാൻ തക്കവണ്ണം യോഗ്യമുള്ളതായിരുന്നില്ല. വളരെ ശാപം പിടിച്ചതായ ഒരു കുടുംബമായിരുന്നു ഞങ്ങളുടേത്. എൻ്റെ അമ്മയുടെ പാരമ്പര്യത്തെക്കുറിച്ച് പറഞ്ഞാൽ, എൻ്റെ അമ്മയുടെ അപ്പൻ 2-ാമത്തെ വയസ്സിൽ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു. 5 or 6 വയസ്സുള്ളപ്പോൾ 1-ാം ക്ലാസ്സിലോ 2-ാം ക്ലാസ്സിലോ പഠിക്കുമ്പോൾ അമ്മയും മാറ്റപ്പെട്ടു. അങ്ങനെ ഒരു അനാഥയെ പോലെ വളർന്ന ഒരു പാരമ്പര്യമാണ് എൻ്റെ അമ്മയ്ക്കുള്ളത്. എൻ്റെ അമ്മ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, അന്ന് അമ്മയുടെ ബാല്യകാലത്ത് വല്യമ്മയുടെ കരം പിടിച്ച് ഒരു ചെറിയ വട്ടത്തുണി പോലെയുള്ളതായ ഒരു തുണി ഉടുത്തുകൊണ്ട് പല വീടുകളിലും ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി ഭിക്ഷാടനം നടത്തുന്നത് പോലെ ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി നടന്ന ഒരു പാരമ്പര്യമായിരുന്നു എൻ്റെ അമ്മയുടേതെന്ന്. ദാരിദ്ര്യത്തിൻ്റെ കാലഘട്ടം മാത്രമല്ല, എൻ്റെ അമ്മയുടെ അനുജത്തി ഒരു മനോരോഗിയായിരുന്നു. തടിയിൽ ഇട്ടിട്ടുണ്ടെന്നെല്ലാം അമ്മ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് ചെറുപ്രായത്തിൽ. പ്രിയപ്പെട്ടവർ, അതായിരുന്നു എൻ്റെ അമ്മയുടെ പാരമ്പര്യം. എന്നാൽ എൻ്റെ അപ്പൻ്റെ പാരമ്പര്യവും വ്യത്യസ്തമായിരുന്നില്ല. ഞാൻ ഓർമ്മ വെച്ച കാലം മുതൽ ഞാൻ കാണുന്നത് ഒരു മുഴുപ്രാന്തനായ എൻ്റെ ഗ്രാൻഡ് ഫാദറിനെയാണ്, എൻ്റെ ചാച്ചൻ്റെ അപ്പനെയാണ്. മുഴുപ്രാന്തനായ മനുഷ്യൻ. എല്ലാ ദിവസവും ഗുളിക കഴിക്കണം, ഇല്ലെങ്കിൽ എൻ്റെ അപ്പൻ വയലൻ്റ് ആകുമെന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. എന്നാൽ അതിലും ദയനീയമായ ഒരു കാഴ്ച എൻ്റെ കുരുന്നു മനസ്സിൽ അന്ന് കിട്ടിയത് ഇപ്പോൾ ഞാൻ ഓർക്കുന്നുണ്ട്. ഒരു ഇരുട്ടുമുറിയിൽ ഒരു കാല് ചങ്ങലയിൽ ഇട്ട് പൂട്ടി, മറ്റേ കാല് ഒരു തടി തുളച്ച് അതിലിട്ട് പൂട്ടിയിട്ടിരിക്കുന്ന എൻ്റെ പിതാവിൻ്റെ ഏറ്റവും ഇളയ അനുജൻ. മലമൂത്ര വിസർജനം ആ റൂമിൽ തന്നെ, ഭക്ഷണം കഴിക്കുന്നതും ആ റൂമിൽ തന്നെ. എൻ്റെ കുരുന്നു പ്രായത്ത് എനിക്ക് എൻ്റെ കൊച്ചപ്പനോട് വലിയ സ്നേഹം തോന്നിയിട്ട് ആരുമില്ലാത്തപ്പോൾ ഞാൻ ആ മുറിയിലേക്ക് ഒറ്റയ്ക്ക് എന്ന് എൻ്റെ കൊച്ചപ്പനോട് സ്നേഹം പ്രകടിപ്പിക്കാൻ പലപ്പോഴും ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ അടുത്ത് വരുമ്പോൾ എൻ്റെ കൊച്ചപ്പൻ എന്നെ കടന്നു പിടിച്ച് എൻ്റെ ശരീരം മുഴുവൻ മാന്തി പറിച്ചതും, അങ്ങനെ ആ ദുരിതം പിടിച്ച കാലങ്ങളെല്ലാം ഞാൻ ഇതുവരെയും മറന്നിട്ടില്ല, ഒരിക്കലും മറക്കുകയുമില്ല. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയുള്ളതായ ഒരു കാലഘട്ടം. ഞങ്ങളുടെ നാട്ടിൽ ഞങ്ങൾക്കൊരു കുടുംബപ്പേരുണ്ട്, പക്ഷെ ഞങ്ങളുടെ നാട്ടിൽ ഞങ്ങൾ അറിയപ്പെട്ടിരുന്നത് ഭ്രാന്തന്മാരുടെ കുടുംബം എന്നായിരുന്നു. തലമുറകളായി വലിയ ശാപത്തിൻ്റെ ബന്ധനത്തിലും അങ്ങനെ കിടന്ന് ഭ്രാന്തിൻ്റെ വലിയ ബാധയുള്ള ഒരു കുടുംബമായിരുന്നു ഞങ്ങളുടെ കുടുംബം. എൻ്റെ ചാച്ചൻ്റെ അപ്പന് ഭ്രാന്ത്, എൻ്റെ ചാച്ചൻ്റെ അനുജന് ഭ്രാന്ത്. ഞങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട അനേകം മനുഷ്യർക്കും ഈ വലിയൊരു ബാധയുണ്ടായിരുന്നു. എന്താണെന്നറിയില്ല. അന്നത്തെ കാലത്ത് ഞങ്ങൾ പള്ളി ആരാധനയിൽ പങ്കെടുത്തുകൊണ്ടിരുന്നു. ഒരു പൂർവിക സഭയിൽപ്പെട്ടവരായിരുന്നു അന്ന് ഞങ്ങൾ. എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്നു, എന്നാൽ ക്രിസ്തു ആരെന്ന് അറിഞ്ഞിരുന്നില്ല. എല്ലാം ഉണ്ടായിരുന്നു. ആചാരങ്ങളും അനിഷ്ടാരങ്ങളും ചില ദുരാചാരങ്ങൾ എല്ലാം ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. അന്ധവിശ്വാസങ്ങൾ എല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ യേശുക്രിസ്തു ആരെന്ന് ഞങ്ങൾ അറിഞ്ഞിരുന്നില്ല. അങ്ങനെ നിരാശയുടെ കാലങ്ങൾ. ഇത് മാത്രമല്ല, ഞങ്ങളുടെ കുടുംബത്തിൽ വലിയ ദാരിദ്ര്യമുണ്ടായിരുന്നു. ഞങ്ങൾ 3 ആൺമക്കളാണ്. ആ കുരുന്നു പ്രായത്തിൽ ദാരിദ്ര്യത്തിൻ്റെ ദുഃഖം ഞാൻ നന്നായി അനുഭവിച്ചിട്ടുണ്ട്. ഒരു നേരത്തെ ആഹാരം, അതിനുവേണ്ടി ഞാൻ കൊതിച്ചിട്ടുണ്ട്, ഞാനും എൻ്റെ സഹോദരങ്ങളും. പലപ്പോഴും വിശന്ന വയറുമായി
മുഖത്തോട് മുഖം നോക്കിയിരുന്ന് ഞങ്ങൾ ഏങ്ങലടിച്ച് കരഞ്ഞിട്ടുണ്ട്. ഒരു നല്ല ഭാവി കിട്ടുമോ എന്ന് ഞങ്ങൾ പരസ്പരം മുഖത്തോട് നോക്കി കരഞ്ഞിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ഒരു നേരത്തെ ആഹാരം റേഷൻ കടയിൽ നിന്ന് കിട്ടുന്നതായ തുച്ഛമായ അരി കൊണ്ട് ഒരാഴ്ചക്കാലം മുഴുവൻ ആഹാരത്തിന് തയ്ക്കാൻ കഴിയാത്ത കാലങ്ങൾ. ദൈവത്തിന് സ്തോത്രം. ഞാൻ എൻ്റെ ചെറുപ്രായത്തിൽ ഒത്തിരി കൊതിച്ചിട്ടുണ്ട് ഒരു ഗ്ലാസ് നല്ല അരിയുടെ കുത്തിരിച്ചോറിൻ്റെ കഞ്ഞിവെള്ളം കുടിക്കാൻ. അതുകൊണ്ട് ഞങ്ങളുടെ നാട്ടിലുള്ളതായി അനേകം വീടുകളുടെ അടുക്കള വശത്ത് ചെന്നിട്ട് ഒരു വീടിൻ്റെയും മുൻവശത്ത് പോകാൻ എന്നെ അനുവദിച്ചിരുന്നില്ല. എൻ്റെ അപകർഷതാബോധം, ഞാൻ അത്ര കുറഞ്ഞവനായിരുന്നു എന്നായിരുന്നു എൻ്റെ ചിന്ത. പലരുടെയും അടുക്കള വശത്ത് ചെന്നിട്ട് ഒരു ഗ്ലാസ് കഞ്ഞിവെള്ളം തരാമോ എന്ന് ഞാൻ എത്രയോ പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. എൻ്റെ ജീവിതത്തിൽ വലിയ വലിയ സ്വപ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു നേരത്തെ നല്ല വയറ് നിറച്ച് ഭക്ഷണം കഴിക്കണം, നല്ല കഞ്ഞിവെള്ളം കുടിക്കണം, അത്രേ ഉണ്ടായിരുന്നുള്ളൂ ആ കാലങ്ങളിൽ എൻ്റെ സ്വപ്നം. സ്കൂളുകളിൽ പോകുമ്പോൾ പലപ്പോഴും സ്കൂളിൽ കൊണ്ടുപോകാൻ ചോറുണ്ടായിരുന്നില്ല. കൊഴിഞ്ഞ പാത്രവുമായി, കാലിയായ ചോറ്റുപാത്രവുമായി ഞാൻ പോകും. ഉച്ചയ്ക്ക് ഉപ്പുമാവ് കിട്ടും, അതാണ് പ്രതീക്ഷ. എന്നാൽ ആ ഉപ്പുമാവ് ഉണ്ടാക്കുന്നതായ ആള് ആ ഒരു ദിവസം വന്നില്ലെങ്കിൽ അന്നത്തെ സ്ഥിതി ഏറ്റവും കഷ്ടതരം. ഞാൻ ഇന്ന് ഓർക്കുന്നുണ്ട്, ഞങ്ങളുടെ സ്കൂളിൻ്റെ അവിടെയുള്ളതായ സ്കൂൾ കിണറ്റിൽ നിന്നും പലപ്പോഴും ഉച്ചയ്ക്ക് ഞാൻ വെള്ളം കോരി കുടിച്ച് എൻ്റെ കുരുന്നു പ്രായത്തിൽ ഞാൻ വയറ് നിറച്ചിട്ടുണ്ട്. അത്രമാത്രം ദാരിദ്ര്യമായിരുന്നു ഞങ്ങളുടെ കുടുംബത്തിൽ. എൻ്റെ പിതാവ് കൂലിപ്പണിക്കാരനായിരുന്നു. എല്ലാ ദിവസവും കൂലി വിലയെടുക്കും, പക്ഷെ ഒന്നിനും തികയില്ല. ആഹാരത്തിന് മാർഗമില്ല. ദൈവത്തിന് സ്തോത്രം. പലതും ചികിത്സയ്ക്ക് വേണ്ടി മറ്റും ഉപയോഗിക്കുന്നതുകൊണ്ട് പൈസ ഒന്നിനും തികയാത്ത കാലം. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ഇരിക്കുകയാണ് ഒരിക്കൽ കൂലി വേലയെടുക്കുന്ന വീട്ടിൽ വെച്ച് പാരമ്പര്യമായി കടന്നു വന്നതായ വലിയ ശാപം എൻ്റെ പിതാവിനെയും കടന്നു പിടിച്ചു. അന്ന് അവിടെ കൂലിപ്പണി എടുത്തുകൊണ്ടിരുന്ന വീട്ടിൽ അവിടെ പണിയെടുത്തുകൊണ്ടിരുന്നവരും ആ വീടിൻ്റെ ഉടമസ്ഥനും ചേർന്ന് എൻ്റെ പിതാവിനെ കയറുകൊണ്ട് കെട്ടി ഒരു ടാക്സിയിലാക്കി അങ്ങ് തൃശ്ശൂര് പ്രാന്താശുപത്രിയിൽ കൊണ്ടുപോയി അഡ്മിറ്റ് ചെയ്തു. ചികിത്സ ചെയ്യാൻ, രോഗം മാറ്റാൻ എന്തുമാത്രം ചികിത്സകൾ ചെയ്തു, എന്തുമാത്രം ചികിത്സകൾ മാറി ചെയ്തു. രോഗം മാറിയില്ല. എൻ്റെ പിതാവിന് കറണ്ട് അടുപ്പിച്ചിട്ടുണ്ട്, ഷോക്ക് ട്രീറ്റ്മെന്റ്. രോഗം മാറിയില്ല. ഒന്നിനും രോഗം മാറ്റാൻ കഴിയാതെ നിരാശയോടെ ആ ഹോസ്പിറ്റൽ വിട്ട് എൻ്റെ പിതാവ് വീട്ടിലേക്ക് വന്നു. ആ കാലങ്ങളിൽ ഞങ്ങൾ വീട്ടുകാരെല്ലാം ചേർന്ന് പള്ളികളിൽ മുഴുവൻ വഴിപാട് കഴിച്ചു. പൈസയില്ല, വല്ലവരോടും വായ്പ വാങ്ങി അറിയപ്പെടുന്ന പള്ളികളിലെല്ലാം വഴിപാട് കഴിച്ചു, നേർച്ച കാഴ്ചകൾ കഴിച്ചു. ഒന്നിനും എൻ്റെ പിതാവിൻ്റെ രോഗം മാറ്റാൻ കഴിഞ്ഞില്ല. വീണ്ടും അനേക അമ്പലങ്ങളിൽ കയറിയിറങ്ങി വഴിപാടുകൾ കഴിച്ചു. അവിടെയും എൻ്റെ പിതാവിൻ്റെ രോഗത്തിന് മാറ്റം വന്നില്ല, അത് കൂടിക്കൊണ്ടിരുന്നു. അങ്ങനെ എല്ലാം കൊണ്ടും തകർന്ന് തരിപ്പണമായി എൻ്റെ പാവപ്പെട്ട അമ്മ പലപ്പോഴും ചങ്കിൻ്റെ അടിച്ച് കരയുമെന്ന് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ഞങ്ങൾ മക്കളെ ചേർത്ത് പിടിച്ച് എൻ്റെ അമ്മ കരയുമായിരുന്നു, ജീവിതം തീർന്നല്ലോ എന്നോർത്ത്. ജീവിതത്തിൽ ഒരു പ്രതീക്ഷയും ഉണ്ടായിരുന്നില്ല. അങ്ങനെ എൻ്റെ അമ്മ 3 പ്രാവശ്യം ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചു, 3 പ്രാവശ്യം. എന്നാൽ എന്തുകൊണ്ട് വന്ന് മരിക്കാൻ ഇടയായില്ല. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വലിയ നാമം മോത്തപ്പെടട്ടെ. അങ്ങനെ ആത്മഹത്യ ചെയ്യാൻ പോലും സമ്മതിക്കാത്ത ഒരു ദൈവമെന്ന് പറഞ്ഞ്, ഒരു ദൈവമില്ല എന്ന് കരുതി എൻ്റെ പാവപ്പെട്ട അമ്മ നിരാശയിൽ കഴിയുമ്പോഴാണ് ഞങ്ങളുടെ കുടുംബത്തിലേക്ക് ഒരു ദൈവദൂതനെ പോലെ ഒരു ദൈവ പൈതൽ കടന്നു വന്ന് ഒരു സുവിശേഷ യോഗത്തിൻ്റെ നോട്ടീസ് കൊടുക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ഒരു കച്ചിത്തുരുമ്പിൽ പിടുത്തം കിട്ടിയതുപോലെ എൻ്റെ പാവപ്പെട്ട അമ്മ കൺവെൻഷന് പോകാൻ ആഗ്രഹിച്ചേ ഉള്ളൂ. പക്ഷെ അമ്മയുടെ മുമ്പിൽ തടസ്സമുണ്ടായിരുന്നു. ഒരു നല്ല വസ്ത്രം എൻ്റെ അമ്മയ്ക്ക് ഉണ്ടായിരുന്നില്ല. ഞാൻ ഓർമ്മ വെച്ച കാലം മുതൽ ഞൊറിയിട്ട് ഒരു കൈലിമുണ്ടിട്ട് നടക്കുന്ന അമ്മയെ ഞാൻ കണ്ടിട്ടുള്ളൂ. കഴുത്ത് കീറി, കക്ഷം കീറി, ഇതാ വെള്ളച്ചട്ടയാണ്, പക്ഷെ അത് ഇട്ടിട്ട് മഞ്ഞ നിറം പോലെയായ ഒരു ചട്ട, കീറിപ്പറഞ്ഞ ചട്ട, അത് മാത്രമേ എൻ്റെ അമ്മയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ. പ്രിയപ്പെട്ടവരെ, എന്നാൽ സ്വർഗത്തിലെ ദൈവം അമ്മയെ സ്നേഹത്തോടെ വിളിച്ചതുകൊണ്ട് എൻ്റെ പാവപ്പെട്ട അമ്മ അയൽവക്കത്തെ വീട്ടിൽ നിന്നും മറിയാമ്മ ചേച്ചി എന്ന് പറഞ്ഞതായ ഒരു സഹോദരിയുടെ ഒരു വെള്ളമുണ്ട് വായ്പ വാങ്ങി ഉടുത്തുകൊണ്ട് യേശുക്രിസ്തുവിൻ്റെ വിളി കേട്ട് യേശുവിൻ്റെ വചനം കേൾക്കാൻ പോയി. പ്രിയപ്പെട്ടവരെ, അങ്ങെങ്ങോ പുറകിൽ മുന്നോട്ട് വരാൻ അമ്മയ്ക്ക് അപകർഷതാബോധമായിരുന്നു, ദുഃഖമായിരുന്നു. എവിടെയോ പുറകിൽ പോയിരുന്ന് അമ്മ സ്വന്തം സ്വകാര്യ ദുഃഖങ്ങളിലേക്ക് നോക്കി ഏങ്ങലടിച്ച് കരഞ്ഞുകൊണ്ടിരുന്നു. എന്നാൽ കർത്താവിൻ്റെ ദാസൻ, ദൈവത്തിൻ്റെ പൈതൽ, ദൈവത്തിൻ്റെ വചനം ഈ തിരുവചനത്തിൽ നിന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. ആ വചനം എപ്പോഴും അമ്മ കേട്ടു. ആ വചനം കേട്ടുകൊണ്ടിരുന്നപ്പോൾ ഇപ്രകാരം ഒരു ആഹ്വാനമുണ്ടായി: മകളെ, നിന്റെ ജീവിതം കണ്ണുനീരുള്ളതാണോ, തകർന്നതാണോ? തകർന്ന ജീവിതം യേശുവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കൂ, യേശു നിന്നെ പുതുക്കി പണിയുമെന്ന്. ആ സ്വരം കേട്ട
ഉടനെ തന്നെ എൻ്റെ അമ്മ കർത്താവ് ഏങ്ങലടിച്ച് കരഞ്ഞുകൊണ്ട്, യേശുവേ, എൻ്റെ തകർന്ന ജീവിതം നിന്റെ കരങ്ങളിലേക്ക് തരുന്നു എന്ന് പറഞ്ഞത് അമ്മയ്ക്ക് ഓർമ്മയുണ്ട്. ആ സെക്കൻഡിൽ ഒരു അലൗകികമായ സമാധാനം എൻ്റെ അമ്മയുടെ മേൽ പകർന്നു. അത് യേശുവായിരുന്നു. യേശു പകർന്നു. സുവിശേഷം കേൾക്കാൻ അങ്ങോട്ട് പോയി തകർന്ന ഹൃദയവുമായി പോയ അമ്മ, കരഞ്ഞു കലങ്ങിയ കണ്ണുമായി പോയ എൻ്റെ അമ്മ സന്തോഷത്തോടെ, പുതുപിഞ്ചിരിയോടെ, സമാധാനത്തോടെ വീട്ടിൽ മടങ്ങി വന്നു. ദൈവത്തിന് സ്തോത്രം. തുടർന്ന് ഞങ്ങൾ മക്കളെ അമ്മ കൂട്ടായ്മയിൽ കൊണ്ടുപോയി. ഞങ്ങൾ വചനം കേട്ടു. അവസാനമായി ഞങ്ങളുടെ പിതാവിനെ മുഴുപ്രാന്ത് ബാധിച്ച മനുഷ്യൻ, എൻ്റെ പിതാവിനെ കുറിച്ച് ഓർക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ദുഃഖകരമായ അനേക ഓർമ്മകളുണ്ട്. ഞങ്ങൾ പ്രൈമറി സ്കൂളിൽ പഠിക്കുമ്പോൾ, ഞങ്ങൾ പഠിക്കുന്ന സ്കൂളിൻ്റെ തൊട്ടടുത്താണ് MC റോഡ്. ആ MC റോഡിൻ്റെ അരികിലാണ് ഞങ്ങളുടെ അന്നത്തെ പള്ളിയുടെ കുരിശൻതൊട്ടി. ആ കുരിശൻതൊട്ടിയുടെ മതിൽ കയറി എൻ്റെ പിതാവ് താടി രോമങ്ങളെല്ലാം നീട്ടി തുപ്പലെല്ലാം ഒലിപ്പിച്ച് ഒരു മുഴുപ്രാന്തനായി വന്നിരിക്കും. ഇൻ്റർവെല്ലിന് ഞങ്ങളെ വിടുമ്പോൾ, ഞങ്ങൾ ആ റോഡിൻ്റെ സൈഡിലൂടെ എല്ലാം വരുമ്പോൾ, പ്രിയപ്പെട്ടവരെ, കുട്ടികളെല്ലാം പറയും, ദേ ഇരിക്കുന്നു ഒരു ഭ്രാന്തനെന്ന്. പ്രിയ സഹോദരങ്ങളെ, അങ്ങനെ അപകർഷതാബോധം കൊണ്ട് തലകുമ്പിട്ട് പോയവരായിരുന്നു. ഭ്രാന്തന്മാരുടെ മക്കളെന്ന് ഞങ്ങൾ നാട്ടിൽ വിളിച്ച് കളിയാക്കിയിരുന്നു. മാത്രമല്ല, എൻ്റെ അമ്മ കരുതി അപ്പന് ഭ്രാന്ത്, വലിയപ്പന് ഭ്രാന്ത്, കൊച്ചപ്പന് ഭ്രാന്ത്, ഇനി അടുത്തത് എൻ്റെ 3 കുഞ്ഞുങ്ങൾക്കായിരിക്കും. അതായിരുന്നു എൻ്റെ അമ്മയുടെ ഏറ്റവും വലിയ ദുഃഖത്തിൻ്റെ കാരണം. അങ്ങനെ നിരാശപ്പെട്ടിരുന്ന അമ്മയാണ് വചനം കേട്ട് സമാധാനം പ്രാപിച്ചത്. അമ്മ നിർബന്ധിച്ചാണ് ചാച്ചനെ ഒരിക്കൽ കൂട്ടായ്മയിൽ കൊണ്ടുപോയത്. അമ്മ നിർബന്ധിച്ചു കൊണ്ടുപോയി. അന്ന് 12 ഗുളിക കഴിക്കണമായിരുന്നു. ഒരു ദിവസം 12 ഗുളിക കഴിക്കുമായിരുന്നു എൻ്റെ പിതാവ്. അങ്ങനെ ഇങ്ങനെ വേറൊരു ദിവസം ദൈവത്തിൻ്റെ വചനം ഇങ്ങനെ കേട്ടുകൊണ്ടിരുന്നു. അന്ന് ദൈവദാസൻ പ്രസംഗിച്ച വചനം, പിശാചിൻ്റെ പ്രവൃത്തികളെ അഴിപ്പാൻ തന്നെ ദൈവപുത്രൻ പ്രത്യക്ഷനായി എന്നുള്ള വചനം. ആദ്യമായി എൻ്റെ പിതാവ് ദൈവത്തിൻ്റെ വചനം കേൾക്കുകയാണ്. ആ തിരുവചനം കേട്ടുകൊണ്ടിരുന്നപ്പോൾ, ഹല്ലേലൂയ, നിങ്ങൾ വായിച്ചിട്ടില്ലേ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 55-ാം അധ്യായം 11-ാമത്തെ വാക്യം, എൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്നത് എൻ്റെ വചനമായിരിക്കും, അത് എൻ്റെ അടുക്കിലേക്ക് വെറുതെ മടങ്ങി വരാതെ ഞാൻ അയച്ച കാര്യം സാധിപ്പിക്കുകയും എൻ്റെ ഇഷ്ടം നിറവേറ്റുകയും ചെയ്യുമെന്നുള്ള വചനം. ഓ ഹല്ലേലൂയ! ആ വചനം ശക്തിയുള്ളതാണ്. ആ വചനം ശാപം മുറിക്കുന്നതാണ്. ആ വചനം ഭ്രാന്ത് മാറ്റുന്നതാണ്. എന്നേക്കുമായി മരുന്നിനോ മന്ത്രത്തിനോ പള്ളിക്കോ അധികാരികൾക്കോ നേർച്ചയ്ക്കോ കാഴ്ചയ്ക്കോ മാറ്റാൻ കഴിയാത്ത എൻ്റെ പിതാവിൻ്റെ ഭ്രാന്ത് എന്നേക്കുമായി എൻ്റെ യേശു മാറ്റി. ഹല്ലേലൂയ! യേശുവിൻ്റെ നാമം ഉയരട്ടെ, യേശുവിൻ്റെ നാമം മഹത്വപ്പെടട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കഴിഞ്ഞ 40 വർഷമായി, പ്രിയപ്പെട്ടവരെ, 1-2 വർഷമല്ല, 40 വർഷമായി ഒരു ഗുളിക പോലും കഴിക്കാതെ എൻ്റെ സ്നേഹസമ്പന്നനായ എൻ്റെ പിതാവ് ഇന്ന് ജീവിക്കുന്നുണ്ട്. 83 വയസ്സുള്ളയാളായി. സാധാരണ ഒരു പിതാവല്ല, സ്നേഹസമ്പന്നനാണ് എൻ്റെ പിതാവ്. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ദൈവം സ്ഥിതി മാറ്റുന്നവനാണ്. 14-ാം സങ്കീർത്തനവും 53-ാം സങ്കീർത്തനത്തിൽ ഒരേ വാക്യം തന്നെ 2 പ്രാവശ്യം എഴുതിയിട്ടുണ്ട്. എന്താണ്? യഹോവ തന്റെ ജനത്തിന്റെ സ്ഥിതി മാറ്റുമ്പോൾ യാക്കോബ് സന്തോഷിക്കുകയും ഇസ്രായേൽ ആനന്ദിക്കുകയും ചെയ്യും. ആനന്ദമില്ലാത്ത കുടുംബത്തിൽ ഞങ്ങൾക്ക് ആനന്ദം തന്നു കർത്താവ്, ഞങ്ങളുടെ സ്ഥിതി മാറ്റി. പിന്നെ അങ്ങോട്ട് തുടർന്ന് എൻ്റെ കർത്താവ്, ഒരു കുടുംബത്തിൽ കർത്താവ് വന്നാൽ എന്തെല്ലാം നടക്കും പ്രിയരെ, അത് കർത്താവിനെ അറിയാവുള്ളൂ. അത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ല. ഒരു നേരത്തെ ആഹാരത്തിനും ഒരു നല്ല വസ്ത്രത്തിനും കൊതിച്ച് മറ്റുള്ളവരുടെ മുമ്പിൽ യാചകരെ പോലെ നടന്നവരാണ് ഞാനും എൻ്റെ സഹോദരങ്ങളും. അങ്ങനെ ഇരിക്കുകയാണ് 10ാം ക്ലാസ് പഠനത്തിന് ശേഷം എൻ്റെ സഹോദരൻ, എൻ്റെ തൊട്ടുമൂത്ത ജ്യേഷ്ഠൻ ജോൺ കുര്യാക്കോസ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്, 10ാം ക്ലാസ് പഠിച്ചിട്ട് പ്രീ ഡിഗ്രിക്ക് പഠിക്കാൻ 15 രൂപ മതി അന്ന് ഫീസ് കൊടുക്കാൻ. 15 രൂപ ഫീസ് ഇല്ലാത്തതുകൊണ്ട് റബ്ബർ വെട്ടുകാരനായി എൻ്റെ സഹോദരൻ തീർന്നു. അങ്ങനെ റബ്ബർ വെട്ടുകാരുന്ന കാലങ്ങളിൽ അന്ന് ഞങ്ങൾ കൂട്ടായ്മയ്ക്ക് പോകുന്നുണ്ട്. ഒരു റബ്ബർ വെട്ടിയിട്ട് അടുത്ത റബ്ബറിൻ്റെ ചോട്ടിലേക്ക് പോകുമ്പോൾ എൻ്റെ സഹോദരൻ പ്രാർത്ഥിച്ചു, കർത്താവേ, എനിക്കൊരു 250 രൂപ മാസമുള്ള ഒരു ജോലി തരാമോ? എൻ്റെ കർത്താവേ, എനിക്കത് തരാമോ എന്ന്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇത് റബ്ബറിൻ തോട്ടത്തിൽ കൂടി നടക്കുമ്പോഴും പ്രാർത്ഥിച്ചാൽ കേൾക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ യേശു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെയാണ് ഒരു ഡെന്റൽ ക്ലിനിക്കിൽ വെറും 250 രൂപ ശമ്പളത്തിന് ഒരു അറ്റൻഡറായി, ടോയ്ലറ്റ് കഴുകണം, വേസ്റ്റ് കൊണ്ട് കളയണം, ക്ലിനിക്ക് ഫാൻ തുടയ്ക്കണം, അങ്ങനെയുള്ളതായ ഒരു അറ്റൻഡറുടെ ജോലി കിട്ടി എൻ്റെ സഹോദരൻ മൂവാറ്റുപുഴയിൽ വരുന്നത്. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. പ്രിയപ്പെട്ടവരെ, 5 വർഷക്കാലം ആ സ്ഥാപനത്തിൽ വിശ്വസ്തയോടെ ജോലി ചെയ്തു. അതിനുശേഷം എൻ്റെ സഹോദരൻ്റെ ഉള്ളിൽ കർത്താവ് ഒരു ആഗ്രഹം കൊടുത്തു, ഒരു ചെറിയ സ്ഥാപനം തുടങ്ങാൻ മൂവാറ്റുപുഴയിൽ. അന്ന് 1988-ലാണ് എൻ്റെ സഹോദരൻ ഞങ്ങളോട് 2 പേരോടും, എൻ്റെ വലിയേട്ടനോടും എന്നോടും ആ കാര്യം ഷെയർ ചെയ്തു.
അങ്ങനെ ഞങ്ങൾ 3 പേര് ഒന്നുണ്ടായിരുന്നു. എൻ്റെ നടുവിലത്തെ സഹോദരൻ നേതൃത്വം കൊടുത്ത് ഒരു കൊച്ചു സ്ഥാപനം, വെറും 275 സ്ക്വയർ ഫീറ്റുള്ള ഒരു ചെറിയ വാടക മുറിയെടുത്ത് ഒരു ചെറിയ ഡെൻ്റൽ പ്രൊഡക്ട്സ് മാനുഫാക്ചർ ചെയ്യുന്നതായ പല്ല് മാനുഫാക്ചർ ചെയ്യുന്ന ഒരു ചെറിയ സ്ഥാപനം അന്ന് തുടങ്ങാനിടയായി. തുടങ്ങിയെന്ന് പറയുന്നത് തെറ്റിപ്പോകും. കർത്താവ് തുടങ്ങി തന്നു. കർത്താവിൻ്റെ ഒരു പദ്ധതിയായിരുന്നു അത്. നിങ്ങൾക്ക് കേൾക്കണമോ? വെറും 275 സ്ക്വയർ ഫീറ്റിൽ മൂവാറ്റുപുഴയിൽ 1988 തുടങ്ങിയ സ്ഥാപനം ഇന്ന് 4000 ജോലിക്കാർ വർക്ക് ചെയ്യുന്ന ഒരു വലിയ സ്ഥാപനമാണ്. പൊന്നുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ, യേശുവിന് മാത്രം മഹത്വം ഉണ്ടാകട്ടെ. ദൈവത്തിന് സ്തോത്രം. ഈ മൂവാറ്റുപുഴയിൽ, കേരളത്തിൽ മൂവാറ്റുപുഴയിൽ തുടങ്ങിയതായ കൊച്ചു സ്ഥാപനം ഇന്ന് അമേരിക്കയിലും UK-യിലും ന്യൂസിലൻഡിലും ഓസ്ട്രേലിയയിലും UAE-യിൽ ദുബായിലും ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും അതിന് ബ്രാഞ്ചുണ്ട്. ഹല്ലേലൂയ. സ്ഥിതി മാറ്റുന്നൊരു യേശുവുണ്ട്. നമ്മുടെ യേശു സ്ഥിതി മാറ്റുന്നവനാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാനിത് എവിടെയെങ്കിലും പഠിച്ചു പറയുന്നതല്ല പ്രിയരെ, എൻ്റെ ജീവിതത്തിൻ്റെ അനുഭവമാണ്. ഒരു നേരത്തെ ആഹാരത്തിന് മറ്റുള്ളവരുടെ മുമ്പിൽ കൈനീട്ടെ ഞങ്ങൾ ഇന്ന് 8 കോടിയോളം രൂപ വേണം ഒരു മാസം ശമ്പളം കൊടുക്കാൻ. ഞാൻ പുകഴ്ച പറയുകയല്ല, പൊങ്ങച്ചം പറയുകയല്ല. എൻ്റെ യേശു വലിയവനാണ്. എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തൻ്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തു യേശുവിൽ പൂർണ്ണമായും തീർത്തു തരും. നമ്മുടെ ദൈവം വലിയവനാണ്. ബാലസിംഹങ്ങളും ഇരകിട്ടാതെ വിശന്നിരിക്കും. യഹോവയെ അന്വേഷിക്കുന്നവർക്കോ ഒരു നന്മയ്ക്കും കുറവില്ല. ദൈവത്തിന് സ്തോത്രം. 10 പൈസ എസ് ടി അടിക്കാൻ അന്ന് പ്രൈവറ്റ് ബസ്സിൽ 10 പൈസ കൊടുത്താൽ മതി ഒന്ന് ബസ്സിൽ പോകാൻ, സ്കൂളിൽ പോകാനും കോളേജിൽ പോകാനും. ആ 10 പൈസ ഇല്ലാത്തതുകൊണ്ട് 8 കിലോമീറ്റർ അങ്ങോട്ടും 8 കിലോമീറ്റർ ഇങ്ങോട്ടും ഞാൻ പോയിട്ടുണ്ട്. ഞാൻ നടന്നു പോയാണ് കോളേജിൽ പഠിച്ചത്. എൻ്റെ വലിയേട്ടൻ കോളേജിൽ പോകുന്നതിന് മുമ്പ്, ഡിഗ്രിക്ക് പഠിക്കാൻ പോകുന്നതിന് മുമ്പ് 3:30 മണിക്ക് എഴുന്നേറ്റ് റബ്ബർ വെട്ടാൻ പോകും. അന്ന് മണ്ണെണ്ണ വിളക്ക് കാണിക്കാൻ ഞാനാണ് പോയിക്കൊണ്ടിരുന്നത്. പ്രിയപ്പെട്ടവരെ, എല്ലാം ഒന്നും മറന്നിട്ടില്ല, ഒന്നും മറക്കുകയുമില്ല. ഹല്ലേലൂയ. എവിടെ നിന്നാണ് യേശു ഉയർത്തിയതെന്ന് ഞങ്ങളെന്നും പറയും. എൻ്റെ സഹോദരന് പ്രസിഡന്റിൻ്റെ അവാർഡ് കിട്ടിയിട്ടുണ്ട്. അബ്ദുൽ കലാമിൻ്റെ കയ്യിൽ നിന്ന് അവാർഡ് കിട്ടിയിട്ടുണ്ട്. പ്രസിഡന്റ് കയ്യിൽ നിന്നും അനേകം മുഖ്യമന്ത്രിമാരുടെ കയ്യിൽ നിന്ന് അവാർഡ് കിട്ടിയിട്ടുണ്ട്. എന്തുമാത്രം കാര്യങ്ങൾ, അവാർഡുകൾ, 100 കണക്കിന് അവാർഡുകൾ. വെറും 10ാം ക്ലാസ് മാത്രം വിദ്യാഭ്യാസം ഉണ്ടായി. തുടർന്ന് ഡെന്റൽ ടെക്നീഷ്യൻ കോഴ്സ് അദ്ദേഹം പഠിച്ചപ്പോൾ അദ്ദേഹത്തിന് ഫസ്റ്റ് റാങ്ക് ഹോൾഡറായിരുന്നു ആ യൂണിവേഴ്സിറ്റിയിലെ. അത്രമാത്രം ഉയർന്നമായ സ്ഥാനങ്ങളിലേക്ക് ദൈവം നടത്തി. എൻ്റെ വ്യക്തിപരമായ ജീവിതം ഞാൻ പറയട്ടെ. ഞാൻ ഇന്ന് സമാധാനമുള്ളൊരു ജീവിതം അനുഭവിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട ഭാര്യ എൻ്റെ കൂടെ കടന്നു വന്നിട്ടുണ്ട്. ഞങ്ങളുടെ കുടുംബം സ്വർഗമാണ് പ്രിയരെ. ഒരു കാലത്ത് ഭ്രാന്തന്മാരുടെ കുടുംബമായിരുന്നു, എന്നാൽ ഇന്ന് സ്വർഗമാണ് ഞങ്ങളുടെ കുടുംബം. 28 വർഷം കഴിഞ്ഞ് ഞങ്ങൾ വിവാഹം കഴിഞ്ഞിട്ട് ഇന്നലെ വിവാഹം കഴിഞ്ഞവരെ പോലെ ഒരു മനസ്സോടെ ഞങ്ങൾ ജീവിക്കുന്നു. ഞങ്ങളുടെ ചാച്ചനും അമ്മയും എൻ്റെ അപ്പനും അമ്മയും, എൻ്റെ വലിയേട്ടൻ വിവാഹം കഴിഞ്ഞിട്ട് 35 വർഷമായി. എൻ്റെ കൊച്ചേട്ടൻ വിവാഹം കഴിഞ്ഞിട്ട് 30 വർഷമായി. ഞാൻ വിവാഹം കഴിഞ്ഞിട്ട് 28 വർഷമായി. ഒരു പ്രാവശ്യം പോലും ഞങ്ങൾ വിവാഹം കഴിച്ചു കൊണ്ടുവന്ന പെൺകുട്ടികളെ പേര് വിളിച്ചിട്ടില്ല. എന്താ വിളിക്കുന്നത്? മോളെ എന്നേ വിളിച്ചിട്ടുള്ളൂ. ഒരു പ്രാവശ്യം പോലും, ഒരു ഭംഗി വാക്ക് പറയുകയല്ല, ഒരു പ്രാവശ്യം പോലും പേര് വിളിക്കാതെ മോളെ എന്ന് വിളിച്ച് സ്വന്തം പെറ്റി വളർത്തിയ കുഞ്ഞുങ്ങളെ പോലെ എൻ്റെ അപ്പനും അമ്മയും കരുതുന്നു. അതാണ് മാനസാന്തരത്തിൻ്റെ ഫലം, മാനസാന്തരത്തിന് യോഗ്യമായ ഫലം. ഒരു കാലത്ത് എൻ്റെ അപ്പൻ മുഴുപ്രാന്തനായിരുന്നു. എൻ്റെ അമ്മ 3 വട്ടം ആത്മഹത്യക്ക് വേണ്ടി ശ്രമിച്ചയാളായിരുന്നു. എന്നാൽ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധാത്മാവ് വന്നപ്പോൾ അവർക്ക് സുബോധം കിട്ടി. ഇന്ന് ഞങ്ങൾ 4 തലമുറ ജീവിക്കുന്നു ഈ ഭൂമിയിൽ. ഒരൽപ്പം പോലും ഞങ്ങളുടെ പഴയകാല ശാപമില്ലാതെ. യേശുക്രിസ്തു ശാപം മുറിച്ചു മാറ്റിയാൽ പിന്നെ ശാപം തൊടുകയില്ല പ്രിയരെ, ശാപം തൊടുകയില്ല. ഹല്ലേലൂയ. ഒരു ശാപത്തിൻ്റെ അംശം പോലും ഇല്ലാതെ ഞങ്ങൾ ഇന്ന് 4 തലമുറകൾ ജീവിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട ഭാര്യ എനിക്ക് കർത്താവ് ദാനമായി തന്നൊരു സ്വത്തായി ഞാൻ കാണുന്നു. കർത്താവ് തന്ന സ്വത്താണ്. എൻ്റെ ഭാര്യയുടെ സൗന്ദര്യമോ എൻ്റെ ഭാര്യയുടെ പണമോ അല്ല. എൻ്റെ യേശു ഉള്ള ഒരു ഭാര്യയെ യേശു എനിക്ക് തന്നതുകൊണ്ട് ഞാനത് ഭാഗ്യമായി കാണുന്നു. അതുകൊണ്ട് ഞങ്ങളുടെ കുടുംബജീവിതം സ്വർഗമാണ്. മുപ്പിരിച്ചിട്ട് ചരട് അറ്റുപോകയിലും ദൈവത്തിൻ്റെ വചനം പറയുന്നു. ഞങ്ങൾക്ക് അനുഗ്രഹിക്കപ്പെട്ട 3 ആൺകുഞ്ഞുങ്ങളെ കർത്താവ് തന്നു. മൂത്ത മോൻ, അവൻ കഴിഞ്ഞ വർഷം ജനുവരി 1-ാം തീയതി വിവാഹം കഴിഞ്ഞു. അവന് നല്ലൊരു പെൺകുട്ടിയെ, ഒരു ദൈവവേദനെ ഭാര്യയായി കൊടുത്തു. ഞങ്ങൾ ഏതാണ്ട് 1.25 വർഷമായി വിവാഹം കഴിഞ്ഞിട്ട് പ്രിയപ്പെട്ടവരെ, സ്വന്തം മോളെ പോലെ ഞങ്ങളും ഞങ്ങളുടെ അപ്പനും അമ്മയും കാണിച്ചെന്ന മാതൃകപ്രകാരം ഒരു പ്രാവശ്യം പോലും പേര് വിളിക്കാതെ മോളെ എന്ന് വിളിച്ച് ഞങ്ങളും സ്നേഹിക്കുന്നു. ഈ കഴിഞ്ഞ 2 മാസം മുമ്പ് ഒരു മോനെയും കർത്താവ് തന്നു, തിമോത്തി മോൻ. അവനെയും ഞങ്ങൾ കർത്താവിന് സമർപ്പിച്ചിരിക്കുകയാണ്. ദൈവത്തിൻ്റെ വലിയ നാമം മുതൽപ്പെട്ടെ. ഞാൻ പറയട്ടെ, 4000-ഓളം പേര് ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ ഒരു ഡയറക്ടറാണ് ഞാൻ. എൻ്റെ ഭാര്യ അവിടുത്തെ ഡയറക്ടറാണ്. ഞങ്ങളുടെ വിദേശത്തെ അനേകം സ്ഥാപനങ്ങളുണ്ട്. ഇന്ന് രാത്രി ഞാൻ ന്യൂസിലൻഡിൽ
ഞങ്ങളുടെ കമ്പനിയുടെ ആവശ്യത്തിന് വേണ്ടി പോവുകയാണ്. ഇന്ന് രാത്രി പോകും. പ്രിയപ്പെട്ടവരെ, ഞാൻ പറയട്ടെ, ഔദ്യോഗികമായി എനിക്ക് പദവിയുണ്ട്, ശമ്പളമുണ്ട്, എല്ലാമുണ്ട്. എന്നാൽ ഞാൻ പറയട്ടെ, ഞാൻ അഭിമാനിക്കുന്നത് അതിലല്ല. ഞാൻ യേശുവിൻ്റെ സാക്ഷിയാണ്. ഓ ഹല്ലേലൂയ! ഞാൻ യേശുവിൻ്റെ വേലക്കാരനാണ്. ഞാൻ അതിൽ അഭിമാനിക്കുന്നു, ഞാൻ സന്തോഷിക്കുന്നു. ഞാൻ ട്രാവൽ പോകുമ്പോൾ എൻ്റെ പെട്ടിയിൽ എന്തെല്ലാം എടുക്കാൻ മറന്നു വെച്ചാലും ഞാൻ എൻ്റെ ബൈബിൾ എടുത്തു വയ്ക്കും. ഞാനത് വായിക്കും, ഞാനത് ധ്യാനിക്കും. ഇതെനിക്ക് നിധിയാണ്. എൻ്റെ യേശുവിൻ്റെ വചനം എൻ്റെ കുടുംബത്തിൻ്റെ സ്ഥിതി മാറ്റിയതാണിത്. എൻ്റെ കുടുംബത്തിൻ്റെ ശാപം മാറ്റിയതാണ് ഈ വചനം എനിക്ക് തേൻകട്ടയാണ്. ഹല്ലേലൂയ! ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. പ്രിയപ്പെട്ടവരെ, ഞങ്ങളിന്ന് സമാധാനത്തോടെ ജീവിക്കുന്നു. ഇതാണ് എൻ്റെ ജീവിതത്തിൻ്റെ 1-ാം ഘട്ടവും 2-ാം ഘട്ടവും. എന്നാൽ 3-ാമത്തെ ഘട്ടം ഞാനൊന്ന് പറയട്ടെ. ഞാൻ അതുവരെ ചേർന്ന് നിന്ന കൂട്ടായ്മ ഒരു പുരാതന സഭയിൽ ചേർന്ന് നിന്ന കൂട്ടായ്മയായിരുന്നു. പക്ഷേ വചനത്തിന് പ്രാധാന്യം കൊടുത്ത് സത്യവചനം പ്രഘോഷിക്കുന്ന രംഗമായിരുന്നു. എന്നാൽ 2020 ഞങ്ങൾക്ക് കോവിഡ് വന്നപ്പോൾ എല്ലാവർക്കും അത് ദുഃഖമായിരുന്നു, ഞങ്ങൾക്കും ദുഃഖമായിരുന്നു. പക്ഷേ ആ ദുഃഖം ഞങ്ങൾക്ക് അനുഗ്രഹമാക്കി കർത്താവ് തീർത്ത് തന്നു. എന്താണെന്നോ, ആ കോവിഡിൻ്റെ 2-3 മാസങ്ങളിൽ ഞങ്ങളുടെ കമ്പനിയെ അടച്ചു. ആ സമയങ്ങളിൽ വീട്ടിലിരിക്കാൻ ഇടയായി. അതുവരെയും ഞാൻ ഒരു മനുഷ്യൻ്റെ പോലും ഞങ്ങളുടെ കൂട്ടായ്മയിൽ പറയുന്ന വചനമൊഴികെ ഒരക്ഷരം പോലും സുവിശേഷം ഞാൻ കേൾക്കുകയില്ലായിരുന്നു. ഒരു TV പ്രോഗ്രാം ഞങ്ങളുടെ കൂട്ടായ്മയിൽ പ്രസംഗിക്കുന്ന ദൈവദാസന്മാർ TV-യിൽ പ്രസംഗിക്കുന്നുണ്ട്, പവർ വിഷനിൽ പ്രസംഗിക്കുന്നുണ്ട്. അത് മാത്രമേ ഞാൻ കേൾക്കൂ. ഞാൻ ആ TV പ്രോഗ്രാം തീരാൻ തുടങ്ങുമ്പോഴേക്കും റിമോട്ട് എടുത്ത് എൻ്റെ കയ്യിൽ പിടിക്കും. ഞാനത് തീരുമ്പോൾ തന്നെ അപ്പോൾ തന്നെ റിമോട്ട് ക്ലോസ് ചെയ്യും. കാരണം എൻ്റെ ഹൃദയം ഇടുക്കമുള്ളതായിരുന്നു. വേറെ ആരുടെയും കുഴപ്പമല്ല, ആ കൂട്ടായ്മയുടെയോ ദൈവദാസൻ്റെയോ ഒന്നും കുഴപ്പമല്ല കേട്ടോ. ഞാൻ അവരെ കുറ്റം പറയുന്നില്ല. എൻ്റെ ഹൃദയത്തിൽ ഇടുക്കമായിരുന്നു. ഞാൻ വിചാരിച്ചത് എൻ്റെ ആ കൂട്ടായ്മയും എൻ്റെ ഇതൊക്കെ ദൈവവേല മുഴുവൻ. കാരണം കുളത്തിൽ കിടക്കുന്ന തവളയ്ക്ക് ആ കുളത്തെക്കുറിച്ച് മാത്രമല്ലേ അറിയാവൂ. ഒരു കുളത്തിൽ കിടന്ന തവളയായിരുന്നു ആത്മീയ ജീവിതത്തിൽ ഞാൻ. എന്നാൽ എൻ്റെ യേശു എന്നെ വിശാലതയിലേക്ക് കൊണ്ടുവന്നു. ഹല്ലേലൂയ! അന്ന് പവർ വിഷനിലൂടെ ദൈവത്തിൻ്റെ വചനം ഈ ദൈവദാസന്മാരിലൂടെ, പ്രിൻസ് പാസ്റ്ററിലൂടെയും അങ്ങനെ ഷാജി പോൾ പാസ്റ്ററിലൂടെയും ഈ ഇവിടെ ഇരിക്കുന്ന ദൈവദാസൻ്റെ നാവിലൂടെ, അങ്ങനെ അനേകം ദൈവദാസന്മാരുടെ നാവിലൂടെ കേൾക്കാനിടയായി. അന്ന് കർത്താവ് കണ്ണങ്ങ് തുറന്നു. ആ കുരുടൻ്റെ കണ്ണ് ആദ്യം തുറന്നപ്പോൾ അവൻ മനുഷ്യരെ കണ്ടു, മരങ്ങളെ പോലെ. അതായിരുന്നു എൻ്റെ കാഴ്ചപ്പാട്. പിന്നെ കർത്താവ് ഒന്നോടെ അങ്ങ് കാഴ്ചപ്പാട് തന്നപ്പോൾ ശരിയായി കണ്ടു. കർത്താവ് എന്നോട് പറഞ്ഞു, മോനെ, നിന്റെ ആ കൂട്ടായ്മയിലുള്ള ചെറിയ ഗ്രൂപ്പ് ഉണ്ടല്ലോ, അതല്ലേ നീ കണ്ടിട്ടുള്ളൂ. പക്ഷെ സകല ഗോത്രത്തിൽ നിന്നും, ഭാഷയിൽ നിന്നും, ജാതിയിൽ നിന്നും, വംശത്തിൽ നിന്നും എണ്ണിക്കൂടാത്ത അസംഖ്യം ജനത്തെ ഞാൻ നിന്നെ കാണിക്കാം എന്ന് അവിടെ വരുമ്പോൾ ഞാൻ ചിന്തിച്ചു, ഇത് എവിടെയാണ് കർത്താവ് ഈ ദൈവജനം? കർത്താവ് എൻ്റെ കണ്ണങ്ങ് വിശാലമാക്കി, മനസ്സ് വിശാലമാക്കി. പിന്നീട് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി, കർത്താവേ, ലോകമെമ്പാടും യേശുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവജനം അവരെൻ്റെ സഹോദരങ്ങളാണ്. അവർ രക്തബന്ധമുള്ളവരാണ്. ഏതാ രക്തം? കാൽവറിയിൽ യേശു ഒഴുക്കിയ തിരുരക്തത്തിൻ്റെ ബന്ധം. അവരെൻ്റെ സഹോദരങ്ങൾ. എൻ്റെ പ്രാർത്ഥന മാറി, എൻ്റെ ചിന്താഗതി മാറി, എൻ്റെ കാഴ്ചപ്പാട് മാറി. എൻ്റെ മാത്രമല്ല, എൻ്റെ പ്രിയപ്പെട്ട ഭാര്യയുടെയും. ഞങ്ങൾ തുടങ്ങിയ കാലം മുതൽ എല്ലാത്തിലും ഒരു മനസ്സാ. ആത്മീയത്തിൽ ഒരു മനസ്സാ, കുടുംബത്തിൽ ഒരു മനസ്സാ, ഭൗതികത്തിൽ ഒരു മനസ്സാ. അങ്ങനെ ഒരു ഭാഗ്യം കർത്താവ് ഞങ്ങൾക്ക് തന്നു. ഇന്ന് ഞങ്ങൾ കർത്താവിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ഞങ്ങൾ യേശുക്രിസ്തുവിൻ്റെ കൽപ്പന അനുസരിച്ച്, അതുവരെയൊക്കെ ചില കൽപ്പനകളൊക്കെ ഞങ്ങൾക്ക് കണ്ണിന് മുമ്പിൽ മറിഞ്ഞിരിക്കുകയായിരുന്നു. ചില കൽപ്പന അതൊന്നും വേണ്ട എന്നാണ് ഞങ്ങൾ വെച്ചത്. പക്ഷേ സത്യമായും എൻ്റെ യേശുവിൻ്റെ പിന്നാലെ പോകുന്നവർ ഈ വചനത്തിൽ ഒരു വള്ളിയെങ്കിലും പുള്ളിയെങ്കിലും അവർ മാറ്റരുത്. ഈ വചനത്തിൽ എഴുതിയിരുന്നത് പൂർണ്ണമായി അനുസരിച്ച് വേറിട്ട് ദൈവജനത്തോട് ചേർന്ന് കർത്താവിന് സത്യത്തിലും ആത്മാവിലും ആരാധിക്കാനുള്ള ഒരു മഹാഭാഗ്യം കൂടി കർത്താവ് ഞങ്ങൾക്ക് തന്നു. ദൈവത്തിന് സ്തോത്രം. ഇന്ന് ഞങ്ങൾ മൂവാറ്റുപുഴയിൽ ഒരു ലോക്കൽ ചർച്ചിൽ അതിനോട് ചേർന്ന്, അതിൻ്റെ പ്രവർത്തനങ്ങളോട് ചേർന്ന്, അതിൻ്റെ ശുശ്രൂഷയോട് ചേർന്ന് ഞങ്ങൾ പ്രവർത്തിക്കുന്നു. പക്ഷേ ഞങ്ങൾക്കൊരു ഞങ്ങളുടെ ചർച്ചൊന്നും ഒരു ചിന്തയില്ല. ലോകമെമ്പാടുമുള്ള ദൈവജനം അത് ഞങ്ങളുടെ സ്വന്തക്കാരാണ്. ഇത് കഴിഞ്ഞ് നിത്യയുഗായുഗ അവരോടൊത്താണ് ജീവിക്കേണ്ടത്. അവരുടെ മുഖമൊക്കെ കാണേണ്ടവരാണ്. ഈ ഭൂമിയിൽ വേർതിരിവ് വരരുതെന്ന് കർത്താവ് തന്നു. വേറൊരു കാഴ്ചപ്പാട് കർത്താവ് തന്നു. എൻ്റെ കർത്താവ് തന്നൊരു കാഴ്ചപ്പാടാണ്. എന്നോട് കർത്താവ് ഇടപെട്ടു, മോനെ, ഈ കണ്ടമുണ്ട്, ഓരോരുത്തരെയും കണ്ടമുണ്ട്. പാടം എങ്ങനെ ഓരോരുത്തരെയും അധികാരത്തിൽ, അവരുടെ ഉത്തരവാദിത്തത്തിൽ, അവരുടെ സ്വത്ത് അതിങ്ങനെ വേർതിരിച്ചിടും. അതിന് പാടത്ത് ഇത് എന്നാ വരമ്പ് കിട്ടും. എന്നോട് കർത്താവ് ഇടപെട്ടതാണ്. ഈ വരമ്പ് എപ്പോഴാണ് കാണുന്നത്? വെള്ളം കുറയുമ്പോഴാണ്. മോനെ, വെള്ളം നിറഞ്ഞു കിടന്നാൽ വരമ്പ് കാണുകയില്ല. നിങ്ങൾക്ക് മനസ്സിലായോ? പരിശുദ്ധാത്മാവാകുന്ന വെള്ളം എല്ലാ സഭകളിലും നിറഞ്ഞു നിന്നാൽ സഭാഭേദം വരികയില്ല, കക്ഷിഭേദം വരികയില്ല. ക്രിസ്തുവിൽ ഒന്ന് എന്ന ചിന്ത, യേശുവിൻ്റെ രക്തമാണ് എല്ലാത്തിൻ്റെയും നിദാനമെന്ന ചിന്ത, കാൽവറിയിലെ യാഗമാണ് എല്ലാത്തിൻ്റെയും നിദാനമെന്ന ചിന്ത. പ്രിയ സഹോദരങ്ങളെ, ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തട്ടെ. സ്ഥിതി മാറ്റുന്ന ദൈവം, സിയോനിൽ നിന്ന് ഇസ്രായേലിലെ രക്ഷ വന്നെങ്കിൽ യഹോവ തൻ്റെ ജനത്തിൻ്റെ സ്ഥിതി മാറ്റുമ്പോൾ
വരുമ്പോൾ യാക്കോബ് സന്തോഷിക്കുകയും ഇസ്രായേൽ ആനന്ദിക്കുകയും ചെയ്യും. ഞാനൊരു മുഴുപ്രാന്തനായി എൻ്റെ അപ്പൻ്റെ പാരമ്പര്യപ്രകാരം ഏതെങ്കിലും തെരുവിലൂടെ അലിഞ്ഞു തിരിഞ്ഞ് നടക്കേണ്ടവനായിരുന്നു. എന്നാൽ എനിക്ക് സുബോധം തന്നൊരു യേശു ഉണ്ട്. ആ യേശുവിനെ എനിക്ക് സ്നേഹിക്കണം. സ്നേഹിച്ച് എൻ്റെ ജീവിതം തീർക്കണം. യേശുവിനെ സാക്ഷിച്ച് എൻ്റെ ജീവിതം തീർക്കണം. യേശുവിന് വേണ്ടി എൻ്റെ ജീവിതം ചെലവായി പോകണം. ഞങ്ങൾ കുടുംബമായി തലമുറകളായി യേശുവിന് വേണ്ടി ജീവിതം വേർതിരിച്ചിരിക്കുകയാണ്. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമല്ലോ. അനേകം ദൈവമക്കളുമായി കർത്താവ് ഞങ്ങൾക്ക് ബന്ധം തന്നു. ഞങ്ങളുടെ വീട്ടിൽ കടന്നു വരുവാനും കുടുംബമായി കടന്നു വരുവാനും ഭക്ഷണം കഴിക്കാനെല്ലാം പ്രാർത്ഥിക്കാനെല്ലാം ദൈവം അവസരം തന്നു. 1-ാം നൂറ്റാണ്ടിൽ അപ്പോസ്തലനായ പത്രോസിനെ കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം, 3 വട്ടം യേശുവിനെ തള്ളിപ്പറഞ്ഞ കർത്താവിൻ്റെ ശിഷ്യനാണ്. 3.5 വർഷക്കാലം കൂടെ നടന്നു. അത്ഭുതങ്ങളും അടയാളങ്ങളും എല്ലാം കണ്ടിട്ടും 3 വട്ടം തള്ളിപ്പറഞ്ഞു. പക്ഷേ ആ പത്രോസ് അപ്പോസ്തലൻ അന്നത്തെ മഹാപുരോഹിതന്മാരുടെയും ഉന്നതന്മാരുടെയും മധ്യത്തിൽ ധൈര്യത്തോടെ നിന്നിട്ട് അദ്ദേഹം ഇപ്രകാരം പറഞ്ഞു: നിങ്ങൾ യേശുവിനെ ക്രൂശിച്ചു, ദൈവമോ അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു, അതിന് ഞങ്ങൾ സാക്ഷികളാകുന്നുവെന്ന്. ദൈവത്തിന് സ്തോത്രം. അന്ന് 1-ാം നൂറ്റാണ്ടിൽ അപ്പോസ്തലനായ പത്രോസും ശിഷ്യന്മാരും യേശുവിൻ്റെ സാക്ഷികളായി. ഇന്ന് ഈ 21-ാം നൂറ്റാണ്ടിൽ യേശു ജീവിക്കുന്നുവെന്ന് സാക്ഷിപ്പാൻ കർത്താവ് യേശു ക്രിസ്തു എനിക്ക് തന്ന ഈ നല്ല അവസരത്തിനായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. കർത്താവിന് എല്ലാ മഹത്വവും കരയേറ്റുന്നു. ഞാൻ ഈ പാസ്റ്ററിനോടും ഈ ചർച്ചിനോടും എൻ്റെ നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തുന്നു. കർത്താവിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ.